എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫ്. ഓട്സ് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കാച്ചിയിട്ട് കഞ്ഞിയായിട്ട് കുടിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഓട്സ് സേറ് കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ ആ തീയിൽ വെച്ച് വേവിക്കരുത്, ഫ്ലെയിം ഓൺ ആക്കി വെക്കരുത്. 2 മിനിറ്റ് കഴിഞ്ഞാൽ തിളച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാനായിട്ട് നോക്കണം ഓട്സിന്റെ കാര്യത്തിൽ. മാഡം, എനിക്ക് തോന്നുന്നു ഇത്തരം സംശയങ്ങളിൽ മിക്കവാറും ചോറിന്റെ അളവ് കുറയ്ക്കുമ്പോൾ വിശപ്പ് മാറുമോ, ആവശ്യത്തിനുള്ള എനർജി കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പച്ചക്കറിയും കൂടെ ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ശരിക്കും? തീർച്ചയായിട്ടും നമ്മൾ പ്രമേഹ രോഗികളിൽ എപ്പോഴും കാലറി കുറഞ്ഞ ഭക്ഷണം കൊടുക്കാനാണ് പറയുന്നത്. അത് അമേരിക്കൻ ഡയറ്ററ്റിക് അസോസിയേഷൻ പറയുന്നത്. പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഒരു 1500 to 1800 മതി എന്നാണ് പറയുന്നത്. എന്നാൽ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ 1200 മുതൽ 1500 വരെ മതി എന്നാണ് പറയുന്നത്. അത് അമേരിക്കൻ അസോസിയേഷനാണ് കേട്ടോ പറയുന്നത്, അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ. നമ്മൾ ഏഷ്യൻ പോപ്പുലേഷനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോലും നമുക്ക് ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ഒരു 1200 അല്ലെങ്കിൽ 1400 വരെ മതി സ്ത്രീകൾക്ക്, പുരുഷന്മാർക്ക് ഒരു 1500 വരെ മതി. അതിന് മുകളിലേക്ക് 2 കൂട്ടർക്കും പോകണ്ട എന്നാണ് നമ്മൾ ഏഷ്യൻ പോപ്പുലേഷനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ പ്ലേറ്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ ചോറ് കാലറി കൂടുതലുള്ളതാണ്. നമ്മൾ ഇത് പറഞ്ഞ പോലെ 3-4 കരണ്ടി കൂടുതൽ എടുക്കുന്നു. അതുപോലെ വൈകിട്ടാണെങ്കിൽ 3-4 സ്പൂണൊക്കെ കൂടുതൽ കഴിച്ചാൽ. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഓട്സിന്റെ കാര്യവും പറഞ്ഞ് അത് കുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിന്റെ അളവ്, അതിനെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ലോഡിംഗ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഇപ്പം ഓർത്തില്ലെങ്കിലും ഓർക്കേണ്ടത്, കാലറി കൂടുതലുള്ള ചോറ് കുറയ്ക്കുക, പക്ഷെ അതിന് പകരം കാലറി കുറഞ്ഞ പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും. ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ട് വയറ് നിറഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ വരത്തുമില്ല. അതുകൊണ്ടാണ് മിക്കവാറും ഡയറ്റീഷ്യൻസ് പറയുന്നത് ആദ്യം സാലഡ് കഴിച്ചിട്ട് തുടങ്ങുമെന്ന് പറയുന്നത്. സാലഡിൽ പൊതുവെ എരിവോ ഉപ്പോ പുളിയോ ഒന്നും ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് മലയാളിയുടെ ഭക്ഷണക്രമം നല്ല എരിവും പുളിയുള്ള കറികളാണ്. ആ കറികൾ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ സാലഡ് മുന്നിലുണ്ടെങ്കിലും എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ എപ്പോഴും ഡയറ്റീഷ്യൻസ് പറയുന്നത് ആദ്യം സാലഡ് കഴിക്കുക, ആദ്യം സാലഡ് കഴിച്ചിട്ട് ചോറിലേക്ക് പോവുക. അപ്പോഴേക്കും ചോറ് നമുക്ക് അളവ് കുറച്ചാലും നമുക്ക് ക്ഷീണം തോന്നത്തില്ല. മറിച്ച് ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് ഈ പച്ചക്കറികളിൽ നിന്ന് എത്തുന്നത് കൊണ്ട്, അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് നല്ല ഫൈബർ എത്തുന്നത് കൊണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് ചോറിലുള്ള അന്നജം എന്ന് പറയുന്നത് ദഹിച്ച് നമ്മുടെ ചെറുകുടലിലെത്തി അതിനെ വലിച്ചെടുക്കുന്ന സമയം നീട്ടിക്കിട്ടും. അതിനെ നമ്മൾ ട്രാൻസിറ്റ് ടൈം എന്നാ പറയുന്നത്. ആ ട്രാൻസിറ്റ് ടൈമൊക്കെ നീട്ടിക്കിട്ടാനായിട്ട് പച്ചക്കറികൾ ഒത്തിരി സഹായിക്കും. ശരീരത്തിന്റെ ആരോഗ്യത്തിനോടൊപ്പം തന്നെ മനസ്സിനും ഒരു തൃപ്തി കിട്ടുന്ന ഒരു സജഷനാണ് അതെന്നാണ്. അതെ അതെ, നമ്മള് പ്രമേഹ രോഗികളുടെ ഭക്ഷണം ക്രമപ്പെടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഇതാണ്: നമ്മുടെ കുടുംബത്തിന്റെ ഒപ്പം ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പറ്റണം. അല്ലാതെ എനിക്ക് ഷുഗർ വന്നു അതുകൊണ്ട് അവർ കഴിക്കുന്നതൊന്നും എനിക്ക് പറ്റത്തില്ലല്ലോ, എൻ്റെ ഫുഡിന് ഇങ്ങനെയൊക്കെ ആകേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമത്തോടെ ഇരുന്ന് കഴിക്കുകയേ ചെയ്യരുത്. വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ നിങ്ങൾക്ക് കഴിക്കാനാവും. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ, അതിന് പോർഷൻ സൈസ് എന്നാണ് നമ്മൾ പറയുന്നത്. ചോറിന്റെ പോർഷൻ കുറയ്ക്കുക. വൈകിട്ട് ഓട്സ് ആക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും അരിയുടെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വൈകിട്ട് നമ്മൾ അരി അല്ലാത്തത് കഴിക്കാൻ പറയും. പക്ഷെ ഒരു നോർത്ത് ഇന്ത്യനാ വരുന്നതെങ്കിൽ അരി അല്ലാത്തത് കഴിക്കുന്ന അവരോട് പറയാൻ പറ്റത്തില്ല. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.